നമ്മളിന്ന് ടോക്ക് ചെയ്യാൻ പോകുന്നത് എമ്പുരാൻ. പൃഥ്വിരാജിൻ്റെ ന്യൂ മൂവി വരുന്നത് എമ്പുരാൻ അല്ലേ. നമുക്ക് ഓഫ് കോഴ്സ് ലൂസിഫർ എല്ലാവർക്കും ഇഷ്ടമായിട്ടൊരു മൂവി ആയിരിക്കും. അതെ, എനിക്കും പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള മൂവിയാണ്. നല്ല ഡയറക്ടറായിരുന്നു, ഡയറക്ഷനായിരുന്നു, നല്ല പൃഥ്വിരാജിൻ്റെ നല്ല മൂവിയായിരുന്നു. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു എക്സ്പെക്റ്റേഷൻസും ഉണ്ട് എമ്പുരാനിൽ. നല്ല മൂവി ആയിട്ടിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. നമുക്ക് മൂവിയല്ലേ, നമുക്ക് ചിലപ്പോൾ കണക്റ്റഡ് ആയില്ലായിരിക്കാം, പറയാൻ പറ്റില്ല. ഞാനൊരു വിമർശകനല്ല. അതാണ് മെയിനായിട്ട് ഞാൻ പറയാനുള്ളത്. എനിക്ക് ഒരഭിപ്രായം പറയാനുണ്ട്. അത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റലിജൻസിനെ കുറിച്ചാണ് ടോക്ക് ചെയ്യുന്നത്. അതായത് പുള്ളിക്കാരൻ ചെയ്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അത് വളരെ ഇമ്പാക്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിനിമ സംവിധായകന്മാരോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ ചെയ്യാനിരിക്കുന്ന ആൾക്കാരോ നോക്കി കാണേണ്ട ഒരു സ്ട്രാറ്റജി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂവി ഇറക്കുന്നത് മാത്രമല്ല, അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വരുന്നത് വരെ അതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും എന്താണ്, മാർക്കറ്റിംഗ് നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോൾ ലാലേട്ടൻ്റെയും പൃഥ്വിരാജിൻ്റെയും സോഷ്യൽ മീഡിയ, അതായത് മൈന്യൂട്ടായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ പോലും എടുത്തു കാണിച്ച് അവരെ ഒരു ഇൻട്രോ എന്നുള്ള രീതിയിൽ ടോക്ക് എന്നുള്ള രീതിയാണ് പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്താണ്, നമ്മളെ ഓരോ ദിവസവും ഇൻജെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു മൂവിയെക്കുറിച്ച് ഇൻജെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് മെയിനായിട്ട്. പുള്ളിക്കാരൻ മൂവിയെക്കുറിച്ച് അറിയുന്നുണ്ട്. അതിപ്പോൾ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് എന്താണ് മൂവീസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ ഇത് മാർക്കറ്റിംഗ് കൊടുക്കുന്നുണ്ട് എല്ലാവരും. സോ നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതാണ്, ഡിഫറെൻ്റ് ആണ്. അത് പുള്ളിക്കാരൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്. മനസ്സിലായില്ലേ? മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഇത് പുള്ളിയെ പുകഴ്ത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം. പിന്നെ മലയാളത്തിൽ നിന്ന് മാത്രം ഒരു 100 കോടി സാധ്യതയില്ല. അതർ ലാംഗ്വേജസിലും കൂടെ എന്താണ്, നമ്മൾ മൂവീസ് ലാംഗ്വേജ് മാറ്റി അല്ലെങ്കിൽ മൊഴി മാറ്റിയോ അല്ലെങ്കിൽ അല്ലാതെയോ എടുത്ത് വിട്ടാൽ മാത്രമേ നമുക്ക് മൂവി ഒരു 100 കോടി ബഡ്ജറ്റിലെങ്കിലും മലയാളം സിനിമ എത്താൻ പറ്റത്തുള്ളൂ. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ ഓക്കെ താങ്ക് യു.